തൂക്കുമരത്തിൻ്റെ തണലിലും അടങ്ങാത്ത രാഷ്ട്രീയ വീര്യം. എന്തും സംഭവിക്കാവുന്ന ഡിസംബറിലേക്ക് വിരൽ ചൂണ്ടി മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വീണ്ടും രംഗത്തെത്തുമ്പോൾ അയൽ രാജ്യത്ത് പുകയുന്നത് വൻ രാഷ്ട്രീയ അഗ്നിപർവ്വതമാണ്. 2024 ഓഗസ്റ്റിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഡൽഹിയിലേക്ക് അഭയം പ്രാപിച്ച ഹസീന നീണ്ട 2 വർഷത്തെ മൗനത്തിനു ശേഷം ആദ്യമായി പങ്കെടുത്ത വാർത്താ സമ്മേളനം ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറുകയാണ്. ന്യൂഡൽഹിയിലെ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യ സംഘടിപ്പിച്ച ചടങ്ങിൽ വെർച്വൽ വഴി മാധ്യമങ്ങളെ കണ്ട ഷെയ്ഖ് ഹസീന നൽകിയ പ്രഖ്യാപനം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. വരാനിരിക്കുന്ന ഡിസംബറിൽ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമെന്നതായിരുന്നു ആ പ്രഖ്യാപനം. വധശിക്ഷയും കഠിന തടവും തനിക്കെതിരെ വിധിച്ച് കാത്തിരിക്കുന്ന ഒരു നാട്ടിലേക്ക് എന്ത് വിധിയാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ മടങ്ങിപ്പോക്ക് പ്രഖ്യാപനം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി എന്ന ആരോപണത്തിൽ മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ നിയോഗിച്ച അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ കഴിഞ്ഞ നവംബറിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഇതുകൂടാതെ നിരവധി അഴിമതി കേസുകളിൽ കഠിന തടവും അവർക്കെതിരെയുണ്ട്. എന്നിരുന്നാലും താൻ ജനങ്ങളിൽ നിന്നൊരിക്കലും വേർപെട്ടിട്ടില്ല എന്ന് ഹസീന ഓർമ്മിപ്പിക്കുകയാണ്. ഡിസംബറിലെ ഈ മടങ്ങിവരവ് വീണ്ടും അധികാരം പിടിച്ചെടുക്കാനല്ല, മറിച്ച് തങ്ങൾ പടുത്തുയർത്തിയ ബംഗ്ലാദേശിനെ വികസനത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സമൃദ്ധിയുടെയും വഴിയിലേക്ക് തിരികെ നടത്താനെന്നാണ് ഹസീനയുടെ വാദം. 2024 നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ വൈകാരികമായാണ് അവർ സംസാരിച്ചത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്നതൊരു സമാധാനപരമായ വിദ്യാർത്ഥി സമരമായിരുന്നില്ല എന്ന് ഹസീന തുറന്നടിച്ചു. പ്രക്ഷോഭത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചർച്ചകളിലൂടെയും നിയമപരമായ വഴികളിലൂടെയും പരിഹാരം കാണാൻ തൻ്റെ സർക്കാർ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ പരിഷ്കരണങ്ങളുടെയും ആവശ്യങ്ങളുടെയും മറവിൽ ചില രാഷ്ട്രീയ സംഘങ്ങൾ സമരം ഏറ്റെടുക്കുകയും വിദ്യാർത്ഥികളെ അക്രമാസക്തമായ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുകയുമായിരുന്നു. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവും തൻ്റെ പിതാവുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ പൈതൃകത്തെയും ഓർമ്മകളെയും ഇല്ലായ്മ ചെയ്യാനാണ് ആക്രമികൾ ശ്രമിച്ചതെന്ന് പറയുമ്പോൾ വാർത്താസമ്മേളനത്തിൽ ഹസീനയുടെ തൊണ്ട ഇടറുകയും അവർ വിങ്ങിപ്പൊട്ടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. 971 30 ലക്ഷത്തോളം മനുഷ്യർ ജീവൻ നൽകി പടുത്തുയർത്തിയ ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ കരളലിയുകയാണെന്ന് അവർ കൂട്ടിച്ചേർക്കുകയാണ്. ഇന്ത്യയെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായി വിശേഷിപ്പിച്ച ഹസീന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യ തങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ടെന്നും ആ സൗഹൃദം തുടരുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ ഡൽഹിയിൽ ഇരുന്ന് ഹസീന വാർത്താ സമ്മേളനം നടത്തിയതിൽ നിലവിലെ ബംഗ്ലാദേശ് ഭരണകൂടം കടുത്ത പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന ഒരു കുറ്റവാളിക്ക് ഇത്തരം വേദികൾ നൽകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിൽ നിന്നും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഹസീന നാട്ടിൽ കാലുകുത്തുന്ന ആ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ബംഗ്ലാദേശ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ആഘാതം ബംഗ്ലാദേശിൽ ഉടനടി പ്രതിഫലിച്ചു. ഹസീനക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ വെർച്വലായി പങ്കെടുത്ത ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ അവാമി ലീഗ് മുൻ എംപിയുമായ ഷാക്കിബ് അൽ ഹസൻ്റെ കുടുംബ വീടിന് നേരെ വ്യാപകമായ ആക്രമണമാണ് നടന്നത്. നിലവിൽ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മേധാവി താരിഖ് റഹ്മാനും ഹസീനയുടെ തിരിച്ചുവരവിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. തൂക്കുമരത്തിൻ്റെ ഭീഷണിയും കഠിന തടവും മുന്നിൽ നിൽക്കുമ്പോഴും ഡിസംബറിൽ താൻ മടങ്ങിയെത്തുമെന്ന് ഹസീന ഉറപ്പിച്ചു പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഏതു തരത്തിലുള്ള വലിയ സ്ഫോടനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഈ ലോകം ഉറ്റുനോക്കുന്നത്.